ശതാബ്ദി കോൺഫറൻസ് ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ 2008 നവംബർ ആദ്യവാരം നടന്നു. ശതാബ്ദി ആഘോഷങ്ങളുടെ പ്രതീകമായി ദീപശിഖ കൈമാറി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ അംഗങ്ങൾ ചടങ്ങിന് പ്രത്യേക ചാരുത നൽകി. ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ എക്കാലവും മുൻപന്തിയിലായിരുന്നു തിരുവനന്തപുരം ഘടകം. തലസ്ഥാന നഗരിയിലെ തലയെടുപ്പുള്ള കെട്ടിടങ്ങളിൽ ഒന്നാണ് ഗ്യാസ് ഹൗസ് ജംഗ്ഷനിലെ MGOCSM ആസ്ഥാന മന്ദിരം. 1977 വാർഷിക കോൺഫറൻസിന് വേദിയായിരുന്ന ഇവിടെ അതിനും 2 വർഷം മുൻപ് MGOCSMന്റെ രണ്ടാമത്തെ സ്റ്റുഡന്റ് ഹോസ്റ്റൽ പ്രവർത്തനം തുടങ്ങി. സെന്റ് ജോർജ് കത്തീഡ്രലിന് വെളിപ്പാട് അകലെയുള്ള ഹോസ്റ്റലിൽ ജാതി മതഭേദമില്ലാതെ തലസ്ഥാന നഗരിയിലെ വിദ്യാർത്ഥികൾക്ക് താമസ സൗകര്യവും ഒപ്പം വിനോദോപാധികളും ഒരുക്കിയിരിക്കുന്നു. അന്ന് അവിടെ കിഴക്ക് പടിഞ്ഞാറ് ഒരു വിങ്ങിയാണ് ആദ്യം ഉണ്ടായത്. മുൻവശത്ത് വേറെ കടകൾ വേറെ 2 കമ്പനിക്കാരുടെയായിരുന്നു. ഒരു ബാങ്കും ഇതായിരുന്നു. അത് അവിടെ കെട്ടിടം പണിതിട്ട് കുറച്ച് 8-10 പേരെ താമസത്തിനാക്കി. അവരിന്ന് അങ്ങനെ വലിയ വേറെ ബിൽഡിങ് ഉണ്ടാകത്തക്കോണം പണം ഉണ്ടാക്കാൻ വളരെ ചിന്തയിലല്ലായിരുന്നു. ഇവർ താമസിക്കണം, അതിനെ പണം ഉണ്ടാകുമ്പോൾ മേടിക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇത്രയും ലാർജ് സ്കെയിലിൽ വലുത് വരുമെന്ന് ഉദ്ദേശിച്ചിട്ടുമില്ല. അതിനുവേണ്ടി റെക്കോർഡ് ചെയ്ത് ഓർമ്മയ്ക്ക് വന്നിട്ടില്ല. കാഷ്വലായിട്ട് ഇങ്ങനെ ചെയ്തു. നമ്മളിങ്ങനെ പണം അവൈലബിൾ മേടിച്ചു 8-10 പേരിൽ മേടിച്ചു. അത് 10,000-15,000 ഇത് ജോർജ് പള്ളി ഇടക്കാരനാണ്. അപ്പോൾ അയാളാണ് പണിത് ആദ്യം. അപ്പോൾ അതിന് വലിയ കർശനമായ പേയ്മെൻറ്റ് അങ്ങനെ നിർത്തുന്നില്ല. നമ്മുടെ സൗകര്യം കിട്ടിയ അനുസരിച്ച് കൊടുത്തുകൊണ്ടിരുന്നു. അതേ ഉള്ളൂ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അഭിവന്യ ഫിലിപ്പോസ് മാർ ഔസേബിയസ് തിരുമേനി അധ്യക്ഷനായ തലസ്ഥാന നഗരിയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള അശരണരായ ഒട്ടേറെ വികലാംഗരായ സാധുക്കൾക്ക് ആശ്രയവും ജീവിതമാർഗവും നൽകുന്ന മാർ ഗ്രിഗോറിയോസ് റീഹാബിലിറ്റേഷൻ സെന്റർ സഭയുടെ അഭിമാന സ്ഥാപനമാണ്. MGOCSM തിരുവനന്തപുരം യൂണിറ്റിന്റെ മെഡിക്കൽ ഓക്സിലറി ശ്രീകാര്യം ഹോളി ട്രിനിറ്റി ബാലഭവൻ അന്തേവാസികൾക്കൊപ്പം ഇക്കൊല്ലം ക്രിസ്മസിനെ വരവേറ്റു. ജീവിതത്തിൽ നന്മയുടെ പ്രകാശവർഷവുമായി
സേവനത്തിൻ്റെ പാതയിലൂടെ മുന്നേറുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് മെഡിക്കൽ ഓക്സിലറി. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സമർത്ഥമായ നേതൃത്വം നൽകിയ വലിയ മാർ ദിവാനിയോസ് തിരുമേനിയും പുത്തൻകാവിൽ കൊച്ചു തിരുമേനിയും ഖബറടങ്ങിയ വിശുദ്ധ ദേവാലയമാണ് ചരിത്ര സ്മരണകളുമായി ആത്മീയ ചൈതന്യം പകരുന്ന പുത്തൻകാവ് സെന്റ് മേരീസ് ദേവാലയം. ആയിരത്തി 1918, 1948, 1951 എന്നീ വർഷങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വാർഷിക കോൺഫറൻസുകളുടെ വേദിയായിരുന്നു പുത്തൻകാവ്. കോട്ടയം ഭദ്രാസനാധിപനായിരുന്ന അഭിവന്യ കുര്യാക്കോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ സ്മരണയ്ക്കൊപ്പം പാമ്പാടി ദേറായും സഭയുടെ എണ്ണപ്പെട്ട ദേവാലയങ്ങൾക്കൊപ്പം സ്ഥാനം നേടുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഒട്ടേറെ അംഗങ്ങളെ സംഭാവന ചെയ്ത പാമ്പാടി KG കോളേജ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ 1993 വാർഷിക കോൺഫറൻസിൻ്റെ വേദിയായിരുന്നു ഈ പ്രശസ്ത കലാലയം. മാവേലിക്കര പുതിയകാവ് പള്ളി MGOCSMൻ്റെ കളിത്തൊട്ടുകളിലൊന്നാണ്. സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൻ്റെ അങ്കണത്തിൽ നിന്നാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സമുന്നത പ്രവർത്തകരിൽ പ്രമുഖനായ CM സ്റ്റീഫൻ ദേശീയ രാഷ്ട്രീയത്തിൽ വരെ എത്തിയത്. CM സ്റ്റീഫൻ്റെ അന്ത്യവിശ്രമസ്ഥാനം. മലങ്കര സഭയുടെ എല്ലാ വിദ്യാർത്ഥികളെയും ആത്മീകമായ ചൈതന്യത്തിലൂടെ വളർത്തുവാൻ വേണ്ടുന്ന ഒരു പ്രസ്ഥാനമായി ഇതിനെ വളരുവാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായൊരു സംഗതിയാണ്. 1969 ആദ്യമായി ഞാനിതിൻ്റെ കോൺഫറൻസിൽ സംബന്ധിക്കുന്നത്. 1978 മുതൽ എന്നയോളം ഇതിൻ്റെ ഫുൾ ടൈം പ്രവർത്തകനായി പ്രവർത്തിക്കുകയാണ്. 1999 മുതൽ 6 വർഷക്കാലം ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുവാനും അതിലുപരി സെൻറ്റിനറിയുടേതായ പരിപാടികൾ ആസൂത്രണം ചെയ്യുവാനും അതിലൂടെ സഹകരിച്ച് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനും ദൈവം ഭാഗ്യം തരികയുണ്ടായി. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ളതായ കേരളത്തിന് പുറത്തും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുവാനുള്ളതായ പരിപാടികൾ, കേരളത്തിൽ പുറത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആത്മീക ചൈതന്യം പകരുവാനായിട്ട്
ഔട്ട്സൈഡ് കേരള ചാപ്ലയിൻസി, ഈ രണ്ടും ഭംഗിയായിട്ട് പോകുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ആരാധന, പഠനം, സേവനം, ഈ മുദ്രാവാക്യങ്ങളിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ വാർത്തെടുക്കുവാനും വളർത്തിയെടുക്കുവാനുള്ള പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മലബാറിൽ MGOCSMന്റെ പ്രവർത്തനങ്ങൾ ഏറെ സജീവമായ കേന്ദ്രങ്ങളിലൊന്ന് മണ്ണാർക്കാട്ടാണ്. 1681 വടക്കൻ പരവൂർ പള്ളിയിൽ ഖബറടങ്ങിയ യെരുശലേമിന്റെ പാത്രിയർക്കീസായിരുന്ന അബ്ദുൾ ജലീൽ മാർ ഗ്രിഗോറിയോസിന്റെ നാമധേയത്തിലുള്ള ദേവാലയം. യേശുനാഥന്റെ പാദത്തിങ്കൽ ഞാൻ ഇനി എന്നാളും ഈ മണ്ണിൽ ജീവിച്ചിടും. എന്തോരം ക്ലേശങ്ങൾ നേരിട്ടാലും ഞാൻ എൻ്റെ കർത്താവിൻ സ്നേഹത്തിൽ ആനന്ദിക്കും. വയനാട്ടിൽ ശക്തമായ അടിവേരുകളുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന കളരി സുൽത്താൻ ബത്തേരി സെൻറ് മേരീസ് പള്ളിയുടെ നിയന്ത്രണത്തിലുള്ള സെൻറ് മേരീസ് വിദ്യാലയമാണ്. സെൻറ് മേരീസ് കോളേജിലൂടെ MGOCSMന്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായ വലിയൊരു വിഭാഗം യുവാക്കൾ എന്നും പ്രസ്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ്സുകളിലൊന്നാണ്. 2004 വാർഷിക കോൺഫറൻസിനെ അത്യുത്സാഹത്തോടെയാണ് സെൻറ് മേരീസ് കോളേജിലെ വിദ്യാർത്ഥി പ്രസ്ഥാന അംഗങ്ങൾ വരവേറ്റത്. കർമ്മ മേഖലകളിൽ എന്നും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കരുത്തിൻ്റെ പര്യായമാണ് കുന്നംകുളം ഭദ്രാസനവും ഭദ്രാസന കേന്ദ്രത്തിൻ്റെ അഭിമാനമായ സെൻറ് മേരീസ് ദേവാലയവും. സഭയുടെ വളർച്ചയിൽ നിർണായക സ്ഥാനമുള്ള കുന്നംകുളം ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ MGOCSMന്റെ പങ്ക് ഒട്ടും തന്നെ പുറകിലായിരുന്നില്ല. ആയിരത്തി 1917, 76, 97, 2004 എന്നീ വർഷങ്ങളിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ വാർഷിക കോൺഫറൻസുകൾക്ക് ബെഥനി സെയിൻറ് ജോൺ സ്കൂൾ വേദിയായിരുന്നു.
രണ്ടാമത്തെ കോൺഫറൻസിന്റെ വേദിയായിരുന്നു ആലുവയിലെ സിറിയൻ സെമിനാരി. പുലിക്കോട്ടിൽ തിരുമേനിയുടെ പെട്ടെന്നുള്ള വിയോഗം കോൺഫറൻസിന്റെ പ്രധാന ചടങ്ങുകൾ വേണ്ടെന്ന് വയ്ക്കുവാൻ നിർബന്ധിതമാക്കി. പിന്നീട് 1923, 1963 എന്നീ വർഷങ്ങളിലെ കോൺഫറൻസുകൾ ആലുവ UC കോളേജിൽ നടന്നു. 1982 MGOCSMന്റെ മൂന്നാമത്തെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ ആലുവയിൽ തുടങ്ങി. ആലുവ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് MGOCSMന്റെ പ്രമുഖ ആദ്യകാല പ്രവർത്തകരായ KC ചാക്കോ, AM വർക്കി, M തൊമ്മൻ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. വയോധികർക്കായുള്ള ചാക്കോ ഹോംസ് ഓർത്തഡോക്സ് സഭയുടെ തന്നെ അഭിമാനങ്ങളിലൊന്നാണ്. കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രം, സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ MGOCSMൽ കൂടെ വളർന്നു വന്ന, അതിൽ പങ്കെടുത്ത് അതിൻ്റെ പരിപാടികളിൽ കൂടെ അവരുടെ സ്വന്തം കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സഭയെ നിഷേധിക്കാതെ, മെത്രാച്ചന്മാരുടെ ചുവന്ന കുപ്പായം കണ്ടാൽ ഓടിപ്പോകാതെ സഭയോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ ആത്മീയതയെ പരിപോഷിപ്പിക്കാനും ശ്രമിച്ചവരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സഭയിലെ ആത്മീയ ഭൗതിക നേതാക്കന്മാരിൽ ഏതാണ്ട് 95% കൂടുതൽ ആളുകളും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഈ ഒരു സേവനം ലഭിച്ചവരാണ്. അതാണ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രാധാന്യം. തൃക്കുന്നത്ത് പള്ളി ഒരുപക്ഷെ എല്ലാ ക്രൈസ്തവർക്കും ഒരു ദുഃഖപ്രതീകമാണ്. എന്നാൽ ഈ ദേവാലയത്തിൽ കബറടങ്ങിയ MGOCSMന് സമുന്നത നേതൃത്വം നൽകിയ, പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായിരുന്ന ഡോക്ടർ ഫിലിപ്പോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ അദൃശ്യ സാന്നിധ്യം സഭയുടെ തന്നെ അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകമായി മാറുന്നു. ഓർത്തഡോക്സ് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മധ്യ കേരളത്തിലെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ കോലഞ്ചേരിയിൽ 1959, 68, 72, 81 എന്നീ വർഷങ്ങളിലെ വാർഷിക കോൺഫറൻസുകൾ നടത്തപ്പെട്ടു. സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജും കോലഞ്ചേരി മെഡിക്കൽ മിഷനും സഭയുടെ അഭിമാന സ്ഥാപനങ്ങളാണ്. കോളേജ് തലത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാന ശാഖകൾ ആരംഭിക്കുന്നത് 1960 കോതമംഗലത്ത് നടന്ന കോൺഫറൻസിലാണ്. MGOCSM എന്ന പുതിയ പേര് നൽകിയതും ഈ കോൺഫറൻസിലായിരുന്നു. 1996 4ാമത്തെ സ്റ്റുഡൻസ് ഹോസ്റ്റൽ കോതമംഗലത്ത് ആരംഭിച്ചു. കേരളത്തിന് വെളിയിലുള്ള പ്രവർത്തനങ്ങൾ കുറേ കൂടെ സജീവമാക്കുവാൻ തക്കവണ്ണം ഡയസ്പോറ സെറ്റപ്പിൽ ഒരു പ്രത്യേകമായിട്ടുള്ള കേന്ദ്രം നാഗ്പൂരിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാകുന്നതോടുകൂടി കുറേ കൂടെ നിർണായകമായിട്ടുള്ള സംഭാവനകൾ നൽകാനായിട്ടും ശരിയായിട്ടുള്ള നേതൃത്വം നൽകുവാനും വിദ്യാർത്ഥി ലോകത്തിന് ഉള്ള പ്രത്യേകമായിട്ടുള്ള കഴിവുകൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച്, സഭയുടെ പാരമ്പര്യമനുസരിച്ച്, സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് വേർതിരിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഉറപ്പായിട്ടുള്ള ബോധ്യം. അതിന് വളരെ സുപ്രധാനമായിട്ടുള്ള സംഭാവന നൽകാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് സെൻറ്റിനറി വർഷം. അതിന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എവിടെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഔദ്യോഗികമായിട്ട് ആരംഭിച്ചുവോ ആ ചെന്നൈയിൽ വെച്ച് അതിൻ്റെ ആരംഭം കുറിച്ച് കോൺഫറൻസ് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ നടത്തി. എന്നാൽ അതിനോട് ചേർന്ന് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളും പ്രോജക്റ്റുകളും രൂപം കൊടുത്ത് വരുന്നു എന്നുള്ളത് ഭാവിയിൽ നിർണായകമായിട്ടുള്ള സംഭാവന നൽകുവാനും ശരിയായിട്ടുള്ള നേതൃത്വം നൽകുവാനും വിദ്യാർത്ഥി ലോകത്തിന് കൂടുതൽ ഐക്യത്തോടെ കൂട്ടായ്മയോടെ നീങ്ങുവാനും സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഓറഞ്ച് തോട്ടങ്ങളുടെ നാട്ടിൽ ഓർത്തഡോക്സ് സഭയും വിദ്യാർത്ഥി പ്രസ്ഥാനവും തഴച്ചു വളർന്നത് ആഹ്ലാദത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. ഇന്ത്യയുടെ മധ്യബിന്ദു എന്ന് വിശേഷിക്കപ്പെടുന്ന 0 പോയിന്റിൽ നിന്നുള്ള ആവേശകരമായ കാഴ്ചയിൽ സഭയുടെയും MGOCSMന്റെയും വളർച്ച കൂടി ഉൾപ്പെടുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് പുത്തൻ മുഖഛായ നൽകിയ ഡയോസ്പെറ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം നാഗപ്പൂരിലാണ്.
The basic idea behind setting up this office was that the young people today, many of them, work pressure does not allow them to attend church, let alone traditional MGOCSM meetings. So how does the church, how does MGOCSM reach out to these people? So we devised a new methodology, and we hope that this office will be able to push this. We're talking about a cyber office in the sky, an office where through which we can reach out to people who may talk to us through their through the internet, and all our offices would be working. We talk about women, we talk about issues concerning or specifically dealing with young people. All of this we need to communicate through the net. What we also did was to have a organization called the Diaspora Council. Now this council officially consists of the 4 metropolitans outside Kerala, and from each diocese, 1 priest who looks after the youth of that diocese, 2 senior friends, a male and a female, and then 3 or 4 young people, students. This constitutes each diocese's contribution to the national body called the Diaspora Secretariat, and we would then be able to work on a national basis. We are talking about youth and their problems. We are talking about situations which Kerala has never seen and may not face. So these areas are what we are supposed to deal with here. പ്രേക്ഷിത പ്രവർത്തനത്തിന് യുവാക്കളെ സജ്ജരാക്കുന്ന കൽമേശ്വറിലെ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി സഭയുടെ വിശ്വാസ പ്രതീകം കൂടിയാണ്. ഉരുക്ക് നഗരത്തിൽ ഉറച്ച കാൽവയ്പ്പുകളോടെയാണ് MGOCSM പിച്ചവെച്ചു തുടങ്ങിയത്. മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന ഭിലായിൽ സെന്റിനറി കോൺഫറൻസിന്റെ ഭാഗമായി നടത്തപ്പെട്ട റീജിയണൽ കോൺഫറൻസ് 2008 ഒക്ടോബർ 2ാം വാരമായിരുന്നു. ഭിലായിലെ മലയാളി വിദ്യാർത്ഥികളുടെ സംഗമസ്ഥാനമായി മാറി മാർ തിയോഡോഷ്യസ് നഗറിലെ സമ്മേളന പന്തൽ. Different words in many of the Bibles. So it is here, then that which is in part will be done away. So Jacobajan asked me to speak the psychosocial perspective of the theme. MB Christian College of Engineering and Technology, MGM Senior Secondary School, St. Thomas College, മാർ ബസേലിയോസ് വിദ്യാഭവൻ
എന്നീ പ്രശസ്ത കലാലയങ്ങളിൽ നിന്നുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ വിശുദ്ധിയുടെ നിഴലിൽ ഉത്തമ പൗരന്മാരായി വളരുമെന്നുള്ള ദൃഢപ്രതിജ്ഞയുമായി വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ മുൻനിരക്കാരായി മാറി.